ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു MP3 ഫയൽ അല്ലെങ്കിൽ ഒരു വീഡിയോ ഫയൽ നമ്മൾ ഹിഡൻ ചെയ്തു വെക്കാം, അതായത് കാണാതെ ആക്കി വെക്കാം എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിളായൊരു മെത്തേഡാണ്. അതിനായി നമുക്കൊന്ന് നോക്കാം അതെങ്ങനെ ചെയ്യുന്നതെന്ന്. ആദ്യമായിട്ട് നമ്മുടെ ഏത് ഫയലാണോ ഹിഡൻ ചെയ്ത് വെക്കേണ്ടത് അത് നമ്മൾ സെലക്ട് ചെയ്യുക. ഡെസ്ക്ടോപ്പിലുള്ള ഫയലാണെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ആ ഫയൽ ക്ലിക്ക് ചെയ്ത ശേഷം പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ പ്രോപ്പർട്ടീസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ജനറൽ എന്ന ഓപ്ഷനിൽ തന്നെ രണ്ട് ഓപ്ഷൻ കാണാം, റീഡ് ഓൺലി ആൻഡ് ഹിഡൻ ഓപ്ഷൻ. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ കാണുമ്പോൾ ഹിഡൻ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഹിഡൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ അപ്ലൈ കൊടുക്കുക. അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോൾഡർ ഹിഡൻ ആയിരിക്കും. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്ത അഥവാ നമ്മൾ സെലക്ട് ചെയ്തു കഴിഞ്ഞ ഫയൽ ഇപ്പോൾ ഹിഡൻ ആയിരിക്കുകയാണ്. അത് നമുക്ക് ഡെസ്ക്ടോപ്പിൽ കാണാൻ സാധിക്കുന്നതല്ല. ഇനി നമുക്ക് ഈ ഫയൽ എങ്ങനെ റീഓപ്പൺ ചെയ്യാം, അതായത് ഹിഡൻ അല്ലാതെ നമുക്ക് ആവശ്യം വരുമ്പോൾ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് മൈ കമ്പ്യൂട്ടറിൽ പോയി കഴിഞ്ഞാൽ അതായത് നമ്മുടെ അവിടെ വിൻഡോസ് 7 ആണെങ്കിൽ ഓർഗനൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ, വ്യൂ, സെർച്ച് അങ്ങനെ 3 ഓപ്ഷൻസ് ആണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുക. ഈ 3 ഓപ്ഷൻസിൽ സെൻറ്ററിലുള്ള വ്യൂ എന്ന ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ വ്യൂ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാം നമുക്ക് ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ് ഫോൾഡേഴ്സ് ഓർ ഡ്രൈവേഴ്സ് ആൻഡ് ഷോ ഹിഡൻ ഫയൽസ് ഫോൾഡേഴ്സ് ആൻഡ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഓപ്ഷൻ കാണാം. അത് നമുക്ക് ഷോ ഹിഡൻ ഫയൽസ് ഫോൾഡേഴ്സ് ആൻഡ് ഡ്രൈവ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ നമ്മളുടെ ഡെസ്ക്ടോപ്പിൽ എവിടെയാണോ നമ്മുടെ ഫയൽ ഉള്ളത് അവിടെ നിന്ന് നമുക്ക് ഹിഡൻ ആയി കാണാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഹിഡൻ ചെയ്ത ഫയൽ അതുപോലെ തന്നെ ആദ്യമുള്ളത് അതുപോലെ തന്നെ ആക്കി വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് നേരത്തെ എടുത്ത പോലെ തന്നെ പ്രോപ്പർട്ടീസ് എടുക്കുക. എന്നിട്ട് അതിൽ കാണാം നമുക്ക് ഹിഡൻ, റീഡ് ഓൺലി ഹിഡൻ. ഈ ഹിഡൻ എന്നുള്ളത് നമ്മൾ നേരത്തെ ടിക്ക് ചെയ്തതാണ്. അത് ടിക്ക് ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പഴയതുപോലെ ഫയൽ തന്നെ ആവുകയും ചെയ്യും. വളരെ ഈസി ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു ഫയൽ ഹിഡൻ ചെയ്യുന്നത് പഠിച്ചത്. ഇതുപോലെ ഒരുപാട് വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. താങ്കൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്കൾ ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു എവരിബഡി.